ഹലോ, വെൽക്കം ടു അവർ നെസ്റ്റ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് ഡേ ടു ഡേയിലേക്കാണ്. ഇതാ കാണുന്നതാണ് ഇൻഫിനിറ്റി ബ്രിഡ്ജ്. ദേറയിലൊക്കെ ഉള്ള എല്ലാവർക്കും, യു എയിലുള്ള എല്ലാവർക്കും അറിയായിരിക്കണം. അപ്പോൾ ഡേ ടു ഡേ എന്ന് പറഞ്ഞാൽ കുറേ ഷോപ്പുണ്ട് കേട്ടോ. അവർക്ക് കുറേ ഷോപ്പുകളുണ്ട്. ലൈക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഷോപ്പ് ചെയ്യാൻ പറ്റിയൊരു കടയാണ് ഡേ ടു ഡേ എന്ന് പറഞ്ഞാൽ. ഇതിപ്പോൾ നമ്മൾ പോകുന്നത് കരാമ ഡേ ടു ഡേയിലാണ്. കരാമ ഡേ ടു ഡേ നിയർ ADC മെട്രോ സ്റ്റേഷൻ അടുത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ 10 മണി 10:30 ടൈമിങ്ങിലൊക്കെയാണ് ഇറങ്ങണത്. അപ്പോൾ അവിടെ നമുക്ക് മെയിൻലി നമുക്ക് കിച്ചൺ ഓർഗനൈസേഴ്സും അതുപോലെ തന്നെ ക്ലീനിങ് ഐറ്റംസും, മോബ്സ്, കാർപ്പറ്റ്സ്, പില്ലോ, പിന്നെ ചപ്പൽ, വീട്ടിലിരുന്ന ചപ്പലൊക്കെ ഇല്ലേ. അപ്പോൾ അങ്ങനത്തെ പിന്നെ ലേഡീസിൻ്റെ ഫാൻസി ഐറ്റംസും ഈ ലൈക്ക് നമ്മുടെ മാലയും വളയും ബുഷസ് അങ്ങനെ കുറേ സാധനങ്ങൾ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായിട്ട് ഷോപ്പ് ചെയ്യാൻ പറ്റിയ കടയാണ്. അപ്പോൾ ഇവിടുന്ന് നേരെ പോയത് അവിടുന്ന് ലെഫ്റ്റ് എടുക്കുമ്പോൾ കാണുന്നതാണ് ഡേ ടു ഡേ. എവിടെ എത്തിയില്ലല്ലോ, ഇതാണ് ഡേ ടു ഡേ. അപ്പോൾ ഇവിടെ തന്നെ പാർക്കിങ്ങും ഉണ്ട്, ഒരു 2 hour പാർക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ സാധനങ്ങൾ എന്താ വാങ്ങണ്ടേന്ന് തപ്പി നടക്കണം കേട്ടോ. വാവയുണ്ട് കയ്യിൽ. അങ്ങനെ മാലയുടെ സെക്ഷനൊക്കെ കണ്ടു. കുറേ നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകുന്ന തരത്തിലുള്ള കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ബാഗൊക്കെ ആണെങ്കിലും കുറേ വെറൈറ്റി ഉണ്ട്. ഹാൻഡ് ബാഗ് ഉണ്ട്, ഷോൾഡർ ബാഗ് ഉണ്ട്, കുറേ ബാഗുണ്ട്. പിന്നെ കുട്ടികളുടെ ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ നോക്കി, നല്ല രസമുള്ള ബട്ടർഫ്ലൈയുടെ ക്ലിപ്പൊക്കെ ഉണ്ട് കേട്ടോ. പണ്ട് ഇതൊക്കെ നാട്ടിൽ കണ്ടായിരുന്നു, ഇപ്പോൾ നാട്ടിലൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇതൊക്കെ ഇപ്പോൾ ഇവിടെ ഡേ ടു ഡേയിലൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഇത് കണ്ടോ, പണ്ട് പള്ളിപ്പെരുന്നാളിലും നമ്മുടെ അമ്പലത്തിൽ ഉത്സവത്തിനൊക്കെ കാണുന്ന ക്ലിപ്പായിരുന്നു. ഇതിപ്പോൾ ഒന്നും കാണാറേ ഇല്ലെങ്കിൽ. മാലയും കമ്മലൊക്കെ ഇങ്ങനെ നോക്കി നടക്കാം, പക്ഷെ ഒന്നും വാങ്ങിയില്ല കേട്ടോ. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനമാണ്, അങ്ങനെ കളറൊന്നും അധികം പെട്ടെന്ന് പോകാറില്ല കേട്ടോ. നല്ല സാധനമാണ്. പിന്നെ മാലയും ഗേൾ ചൈൽഡൊക്കെ ഉള്ളവർക്ക് ഒത്തിരി ഇഷ്ടമാവും. അവർക്ക് പറ്റിയ കുറേ സാധനങ്ങളുണ്ട്, പെൺകുട്ടികൾക്ക് പറ്റിയ കുറേ സാധനങ്ങളുണ്ട്. ഞാൻ ഇതെന്ത് മാല, എന്ത് ടൈപ്പ് മാലയെന്നൊക്കെ നോക്കി നടക്കുമായിരുന്നു ഞാൻ. അങ്ങനെ നമ്മൾ ടോയ്സിൻ്റെ സെക്ഷനിൽ വന്നു. വാവയ്ക്ക് ഞങ്ങൾ ടോയ്സൊക്കെ മേടിച്ചു. പിന്നെ കുറേ ഗണ്ണും അതും ഇതൊക്കെ ഉണ്ട് അവിടെ. എല്ലാം നോക്കി നടന്ന് ഞങ്ങൾ വാവയ്ക്കൊരു അവൻ കണ്ടിട്ട് അവൻ ഇഷ്ടപ്പെട്ട ഒരു ഡോഗിനെയാണ്. ആ ഡോഗിൻ്റെ ടോയാണ് ഞങ്ങൾ മേടിച്ചത്. പിന്നെ ചപ്പൽസിൻ്റെ സെക്ഷനിലൊക്കെ വന്നു. അങ്ങനെ ഇത് മൊത്തം 5 നിലയുണ്ട്. അത് കയറി ഇറങ്ങി നടക്കുമായിരുന്നു ഞങ്ങളെല്ലാവരും. അങ്ങനെ ഇതിൻ്റെ ഷൂവിൻ്റെ ഒക്കെ ക്വാളിറ്റി ഒന്നും നമുക്കറിയില്ല, കാരണം ഞാനൊന്നും യൂസ് ചെയ്തിട്ടില്ല. അല്ലാണ്ട് വീട്ടിൽ ചപ്പലൊക്കെ ഞങ്ങൾ മേടിച്ചിട്ട് നല്ലതായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നേരെ അരിപ്പയിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോയി. ബൈ.